ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിലാണോ? വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ഇനി മഞ്ഞുമലകൾ നിറഞ്ഞ ഗ്രീൻലാൻഡിലേക്കാണോ നീങ്ങുന്നത്? കേവലം ഒരു ദ്വീപിന് വേണ്ടിയല്ല, മറിച്ച് ആഗോള ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു നിർണായക നീക്കത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുകയാണ്. സൈനിക മേധാവികൾക്ക് ട്രംപ് നൽകിയ ആ രഹസ്യ ഉത്തരവ്, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് അധിനിവേശത്തിന് പദ്ധതി തയ്യാറാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രത്യേക സൈനിക കമാൻഡർമാർക്ക് ഉത്തരവ് നൽകിയതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിനോടാണ് ഈ നീക്കത്തിനായി തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഗ്രീൻലാൻഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ട്രംപിന്റെ വാക്കുകൾ ഇതാണ്. എളുപ്പവഴിയിൽ ഒരു കരാർ സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ കഠിനമായ വഴി സ്വീകരിക്കുമെന്നും അദ്ദേഹം പരസ്യമായി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ നടത്തിയ സൈനിക നീക്കം വിജയിച്ചതോടെയാണ് ട്രംപും സംഘവും ഇത്തരമൊരു സാഹസിക നീക്കത്തിന് ധൈര്യം കാണിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡിന് പുറകെ ഇത്രയധികം വ്യഗ്രതയോടെ ഗ്രീൻലാൻഡിന്റെ പിന്നാലെ കൂടുന്നത്? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തന്റെ ആദ്യ ഭരണകാലത്ത് 2019 ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഡെൻമാർക്ക് ആ നിർദ്ദേശം അവജ്ഞയോടെ തള്ളുകയായിരുന്നു. എന്നാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബോട്ട് ഇറക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ സ്വന്തമാകില്ല എന്നാണ് ട്രംപിന്റെ വാദം. ദ്വീപ് നിവാസികൾക്കിടയിൽ വിഘടനവാദം വളർത്താൻ $10,000 മുതൽ $1,00,000 വരെ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളും US ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചയായതായി റിപ്പോർട്ടുകൾ പറയുന്നു. തന്ത്രപ്രധാനമായ ഈ ദ്വീപിനെ സ്വന്തമാക്കാൻ അമേരിക്ക ഇത്രയധികം ആവേശപ്പെടുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം മുൻനിർത്തിയാണ്. ഇവിടെയാണ് യഥാർത്ഥ കളിയുള്ളത്. ഇത് വെറുമൊരു ഭൂമി പിടിച്ചെടുക്കലല്ല, മറിച്ച് റഷ്യയും ചൈനയും പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ്. അമേരിക്ക ഗ്രീൻലാൻഡ് കൈക്കലാക്കിയില്ല എന്നുണ്ടെങ്കിൽ റഷ്യയോ ചൈനയോ അവിടം പിടിച്ചെടുക്കുമെന്നും അത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ട്രംപ് കരുതുന്നു. റഷ്യയെയോ ചൈനയെയോ തങ്ങളുടെ അയൽക്കാരായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ എക്കാലത്തെയും നിലപാട്. എന്നാൽ ഈ നീക്കത്തിന് അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഗ്രീൻലാൻഡ് അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോൺഗ്രസിന്റെ പിന്തുണ, അതായത് അവിടുത്തെ പാർലമെന്റിന്റെ പിന്തുണ ഇതിനില്ലെന്നും ആണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ പക്ഷം. എങ്കിലും ട്രംപിന്റെ ഉറച്ച നിലപാട് ലോകശക്തികൾക്കിടയിൽ വലിയൊരു സംഘർഷത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന വ്യാജേന ട്രംപ് അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശത്തെ അധിനിവേശത്തിലൂടെ പിടിച്ചെടുക്കാൻ മുന്നോട്ട് പോകുകയാണ് സധൈര്യം. അതിൽ യാതൊരു മടിയോ സങ്കോചമോ അദ്ദേഹത്തിനില്ല. ആർട്ടിക് മേഖലയിലെ ഈ മഞ്ഞുരുക്കം ഒരു പുതിയ ലോകമഹായുദ്ധത്തിലേക്കാണോ അതോ അമേരിക്കയുടെ സർവാധിപത്യം ഉറപ്പിക്കുന്നതിലേക്കാണോ നയിക്കുക എന്ന് വരും ദിവസങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.